ഒരു പെണ്ണിന്റെ ജീവിത രീതി കൊണ്ട് ഒരാണിന്റെ വിശ്വാസമോ അവന്റെ ശരീരമോ മനസ്സോ തകർന്നു പോകാൻ പാടില്ല. ഇന്ന് പല ഭാര്യമാർക്കും വേണ്ടി ലോൺ എടുത്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. പല കുടുംബത്തിലെ ആളുകൾക്കും വേണ്ടി ഹറാമായ പലതും ചെയ്യേണ്ടി വരുന്നവരുണ്ട്. കുടുംബത്തെയും കുട്ടി സിനിമക്ക് പോകുന്നവര്, അതില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന മറ്റുള്ളവരുടെ കുടുംബം നോക്കി സ്വന്തം കുടുംബത്തെ വിലയിരുത്തുന്നവര്. ഇന്നങ്ങനെയാ പലർക്കും. അവര് പോയി സിനിമക്ക്, ഈ ഇറങ്ങിയ സിനിമക്ക് അവര് കുടുംബത്തെ കൊണ്ടുപോയി. അതുകൊണ്ട് പിയാപ്പന്റെ കൂടെ രാത്രിക്ക് സിനിമക്ക് പോണം. കൊണ്ടുപോയിട്ടില്ലേ പിയാപ്പ് ഒന്നിനും പറ്റാത്തവനായി മാറുന്നു. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, വലാ തുസാവിജു സലാത്തുഹുമാ, ഒരാളുടെ നമസ്കാരം പടച്ച റബ്ബ് ഒരിക്കലും സ്വീകരിക്കുകയില്ല. വ ഇംറഅത്തുൻ, അഥവാ അവരുടെ നമസ്കാരം അവരുടെ തല വിട്ട് കിടക്കുന്നില്ല. അതിൽ ഒരു നാര വ ഇംറഅത്തുൻ അസത്ത് സൗജഹാ ഹത്താ തർജിഅ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോട് ധിക്കാരം ചെയ്തു. ആ ധിക്കാരത്തിൽ നിന്നും അവൾ മടങ്ങാത്ത കാലത്തോളം ഒരിക്കലും അവളെ നമസ്കാരം ഇബാദത്ത് അവളെ തല വിട്ട് കിടക്കുന്നില്ല. ആണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ ചവിട്ടിത്താഴ്ത്തപ്പെടേണ്ടവരല്ല. പുരുഷന്മാരെ അല്ലെങ്കിൽ ആ പുരുഷന്മാർക്ക് മാത്രമേയുള്ളൂ വലുപ്പത്തരം എന്ന് ചിന്തിച്ച് സർവ്വ നിയമവ്യവസ്ഥകളും പെണ്ണിന് അനുകൂലമാക്കി ആണിനെ ചവിട്ടിത്തേക്കാനും ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നില്ല. മറിച്ച് ഏത് പെണ്ണും ഉന്നതി കണ്ടെത്തേണ്ടത് ആ പുരുഷന്റെ തണലിലാവണം, ആണിന്റെ മനസ്സറിഞ്ഞിട്ടാവണം, അവന്റെ നൊമ്പരം അറിഞ്ഞിട്ടാവണം. ആ തിരിച്ചറിവ് ഒരാണിന് കൊടുക്കാൻ സ്വന്തം വീട്ടിലൊരു ഉമ്മാക്ക് ഒരു പെണ്ണിന് പറ്റിയിട്ടില്ലെങ്കിൽ ആ പെണ്ണ് എത്ര നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും നാട്ടിൽ ഏത് ഖുർആൻ ക്ലാസ് പോയാലും എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമല്ല. ആ ആണിനെ മനസ്സിലാക്കാനും ആണിനെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആരുടെയും വാലായി വാക്കായി പ്രവർത്തിക്കേണ്ടതില്ല. കാരണം ഇന്ന് പറഞ്ഞവർ നേട്ടങ്ങൾക്ക് വേണ്ടി നാളെ മാറ്റി പറയുമ്പോ, പീഡനങ്ങളും ആരോപണങ്ങളും മാത്രമായി ചുരുങ്ങുമ്പോ, മീഡിയക്കാരൻ തീറ്റയായി അത് പീഡനമാക്കി അവതരിപ്പിക്കുമ്പോ പറഞ്ഞു പോകുന്ന വാക്കുകളും പ്രചരിപ്പിക്കുന്ന വാക്കുകളും രാഷ്ട്രീയ നേട്ടം ദുനിയാവിൽ കുറച്ചു കാലത്തേക്ക് തരുമെങ്കിലും നാളെ മണ്ണിന്റെ അടി കൊണ്ടെക്കുമ്പം അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഏതാരോപണമാണോ നിങ്ങൾ ഉന്നയിച്ചത്, അത് പെണ്ണാവട്ടെ, പണമാവട്ടെ, വ്യഭിചാരമാവട്ടെ, മറ്റേത് വിഷയമാവട്ടെ, പറഞ്ഞവനിലേക്ക് അത് തിരിച്ചു വന്ന് അവനെ അപമാനിച്ചിട്ടല്ലാണ്ട് അള്ളാഹു തിരിച്ചു വിളിക്കൂല. വ്യഭിചാരം പോലും 4 പേര് കണ്ടാലേ പറയാൻ പാടുള്ളൂ, ആരോപിക്കാനല്ല. ഏത് പെണ്ണ് മീഡിയകൾക്ക് മുൻപിൽ വന്ന് വാവിട്ട് പറഞ്ഞാലും ഇരയുടെ ഫോട്ടോ ഇല്ലാതെ വേട്ടക്കാരന്റെ ഫോട്ടോ കാണിച്ച് നഷ്ടപ്പെടുത്തുമ്പോ പലർക്കും കുടുംബണ്ട്. നന്നാവാൻ പടച്ചോൻ അവസരം കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൂടെ ചോര കുടിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോ അതേത് കുടുംബത്തോട് നമ്മൾ ചെയ്താലും, നാട്ടിൽ നമുക്ക് വെറുപ്പുള്ളവരോട് ചെയ്താലും, നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മിലേക്ക് തിരിച്ചു വരും. റബ്ബ് സാക്ഷി. കമന്റ് എഴുതുന്നവരും തോന്നിയ ചെയ്തി വിടുന്നവരും, അത് രാഷ്ട്രീയം, സിനിമ, ഏത് രംഗത്തും ആവട്ടെ, അത് ഏത് വിഭാഗത്തിലാവട്ടെ, അത് ലൂത്തിന്റെ കോലത്തിലാവട്ടെ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും കക്ഷിത്വത്തിന് വേണ്ടിയിട്ടും ഒരാരോപണം ഉന്നയിച്ചത് സത്യമാണെന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം പറയുന്ന വാക്കുകളെ സൂക്ഷിക്കണം. നിങ്ങളിലേക്ക് അത് തിരിച്ചു വരും. അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തെ കൊണ്ട് പടച്ചോൻ പ്രതികാരം ചെയ്യും. എന്റെ വാക്കല്ല, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. നമ്മളെ കുടുംബത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ വാക്കും നോക്കും എഴുത്തും ഇന്ന് സൂക്ഷിക്കുക. ആ തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വലിയ സ്ഥാനം കൊടുത്ത മതമാണെന്നും ഒരു പുരുഷന്റെ ആരോഗ്യമാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷമെന്നും ആ പുരുഷന്റെ ആരോഗ്യായുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ഇമാം ഗസാലി അടക്കമുള്ള ലോകത്തെ മുഴുവൻ ഉലമാക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുടുംബം കൊണ്ടു നടക്കാൻ ആണൊഴുക്കുന്ന വിയർപ്പ്, ആ ആണിന്റെ മനസ്സിൽ അവൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഇതൊക്കെ ഒരാണിന് പരലോകത്ത് അല്ലാഹു വലിയ പ്രതിഫലമാക്കി തിരിച്ചു കൊടുക്കും എന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു പെണ്ണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആണിനെ മനസ്സിലാക്കി ചേർന്ന് നിൽക്കാനാണ് ഏറ്റവും നല്ല സ്ത്രീകളോട് അള്ളാഹുവിന്റെ കൽപ്പന.
മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പുരുഷനെ ദ്രോഹിക്കുകയാണെങ്കിൽ, അത് ആണുങ്ങൾ തമ്മിലാവട്ടെ, സ്ത്രീകൾ പുരുഷനെ മാത്രം ദ്രോഹിച്ചാലാണ് കുറ്റം എന്നല്ല, ആണുങ്ങളെ ദ്രോഹിച്ച ഇന്നങ്ങനെയും നടക്കുന്നുണ്ട്. കുതിക്കാൽ വിട്ടും തന്ത്രപരമായും മറ്റൊരുത്തനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആണിന്റെ പേരിൽ തന്നെ ഇല്ലാക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കാലം, ആണിനെ തന്നെ ശത്രുവായി കണ്ട് പെരുമാറുന്ന കാലം. നിങ്ങൾ കാരണം അറിയാത്തൊരു കാര്യത്തിന് മറ്റൊരാൾ ദ്രോഹിക്കപ്പെട്ടാൽ, ഇനി പെണ്ണെ നീ ഒരു ആണിനെ ദ്രോഹിച്ചാൽ, ഈ ദുനിയാവിൽ നീ ഒരു ആണിനെ, നിന്റെ ഭർത്താവിനെ ദ്രോഹിക്കുകയോ അയാളോട് നീ അനാദരവോടുകൂടി പെരുമാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേതർത്ഥത്തിലാവട്ടെ, പല ഉമ്മാരോടും പല പെൺമക്കളോടും പറയാനുള്ളത്, വാപ്പാക്ക് മക്കൾക്കിടയിൽ കിട്ടേണ്ട ആദരവ് പോലും ഉമ്മാര് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോ വാപ്പന്റെ പൈസ ആ മക്കളെ നിങ്ങളുടെ ആയുസ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. വാപ്പക്കുള്ള കഴിവിനനുസരിച്ച് ജീവിക്കാവൂന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പല്ലാണ്ടായ നമ്മളില്ലാന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അല്ലാണ്ട് വാപ്പ ഒരു പൊട്ടന എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലോ, വാപ്പാനോടൊന്ന് ചോദിച്ചിട്ട് കാര്യമല്ല എന്ന് പറയലോ അല്ല മല്ലുമ്മാന്റെ ലക്ഷണം. ഏത് പെണ്ണും ആണിന്റെ മറവിലാ വളരേണ്ടത്. അതിന്റെ അർത്ഥം ആൺമേൽക്കോയ്മയല്ല, അതൊരു പെണ്ണിന്റെ ബർക്കത്താ, ഒരു പെണ്ണിന്റെ ഇസ്സത്താണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതനെ ഇത്രമാത്രം സഹായിച്ചിട്ടും ഖദീജ ബീവി രംഗത്തില്ല. ഖദീജ ബീവി ആർക്കേ തണലിട്ട് കൊടുത്തിട്ടുള്ളൂ? അള്ളാന്റെ ഹബീബിന്. ആ ഹബീബിന്റെ തണലാ ലോകത്തിന്റെ വെളിച്ചം. ആ ആണിന്റെ തണലിൽ നിങ്ങൾ നിൽക്കുന്നതാ ഒരു ആണിന്റെ വെളിച്ചം. അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ദുനിയാവിലെങ്കിൽ, ഇല്ലാ ഖാലത്ത് സൗജതുഹു മിനൽ ഹൂറുൽ ഈൻ, ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ മനസ്സറിഞ്ഞ് പണിയെടുക്കുന്ന, ഉള്ളതിനനുസരിച്ച് കുടുംബം കൊണ്ടടക്കുന്ന ആണിനെ നോക്കി അള്ളാന്റെ സ്വർഗത്തിൽ അവനെ നിശ്ചയിക്കപ്പെട്ട ഹൂറികൾ പറയും, ലാ തുഅദ്ദീഹി ഖാത്തലകി, അവനെ ബുദ്ധിമുട്ടിക്കല്ലേ പെണ്ണെ, അവനെങ്കിൽ സങ്കടപ്പെടുത്തല്ലേ പെണ്ണെ, ഖാത്തലകില്ല, അള്ളാഹു നിന്നെ ശപിക്കട്ടെ, ഹുവ ഇൻദകി ദഖീലുൻ, അവൻ നിന്റെ അടുത്തേക്ക് വന്നൊരു അതിഥി മാത്രമാ. നിനക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന ആണാണവൻ. എനക്ക് വേണ്ടെങ്കിൽ പോട്ടെ, ഞാനെ ബുദ്ധിമുട്ടിക്കല്ലേ, കാരണം അവർക്ക് ഞങ്ങളെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ഹൂറികളായ സ്ത്രീകൾ ആ ആണുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് തന്നെ നമ്മളെ വാക്കും നോക്കും പ്രവൃത്തിയും ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് പലരും പറയുന്നത് പോലെ ആണിനെ അടിച്ചമർത്താനുള്ള നിയമങ്ങളെ ഉള്ളൂ പല സമൂഹത്തിലും. ആണിന്റെ മുഖമേ പ്രസിദ്ധീകരിക്കപ്പെടുന്നുള്ളൂ, ആണിനെ മീഡിയകൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. ഓരോരുത്തർക്കും കുടുംബങ്ങളുണ്ട്, ഓരോരുത്തർക്കും ജീവിതങ്ങളുണ്ട്. നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളുടെ ചില ആവേശങ്ങൾ കൊണ്ടും ഒരു കുടുംബത്തിൽ ഒരാണിന്റെ കണ്ണെങ്കിലും നിറഞ്ഞാൽ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഭയപ്പെടണം മനുഷ്യരെ. അത് രാഷ്ട്രീയക്കാരനായാലും സിനിമക്കാരനായാലും ഒരു വീട്ടിന്റെ അകത്തുള്ള പിയ്യാപ്പിളയായാലും, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ഭയപ്പെടണം നിങ്ങൾ. അത് അല്ലാഹു തിരിച്ചു തന്നിരിക്കും. അത് ഈ ലോകത്തിന്റെ സാക്ഷിയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം ഇനി അങ്ങോട്ട്. ആണും പെണ്ണും പടച്ചോന്റെ ഒരേ സൃഷ്ടികളാണ്. പെണ്ണിനെന്ത് ശ്രേഷ്ഠതുണ്ടോ അതുപോലെ ആണിനും ഉണ്ട്. ആണിന്റെ മനസ്സ് വേദനിച്ചാലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ആണിന്റെ ഒരു ഉറുപ്പ്യക്ക് ഒരു കോടിന്റെ വിലയുണ്ടെന്ന ഉലമാക്കൾ പറഞ്ഞത്. ഓരോ പണിക്കും അതിൻ്റെതായ സങ്കടങ്ങളുണ്ട്. മുടിയൊന്ന് നീണ്ടാൽ അത് വെട്ടാൻ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ഏത് പണിക്കും അതിന്റെ വിലയുണ്ട്. അതുകൊണ്ട് ഭർത്താവിന്റെ വലുപ്പം നോക്കി അല്ലെങ്കിൽ പണിയുടെ കോലം നോക്കി ആളോട് പറയാൻ മടിക്കുകയും ആൾക്കിടയിൽ താഴ്ത്തിക്കെട്ടുകയും ചെയ്യാതെ, പരിഹസിക്കാതെ, അയാൾ എന്റെ പ്രാണന്റെ പാതിയാണെന്ന് വിശ്വസിച്ച് ഒരു കുടുംബത്തെ കൊണ്ടടക്കാൻ പറ്റണം. അവർക്ക് ഖുർആൻ ക്ലാസ് പോകാൻ നേരം കിട്ടിയിട്ടില്ലെങ്കിലും പടച്ചോനങ്ങ് ഹൈറാക്കി തരും കുടുംബം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ കുടുംബങ്ങളാവാൻ, മുഅ്മിൻ കുടുംബങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.